ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഹരിയെയും കൊണ്ട് പോലീസുകാരൻ കൈതക്കൽ മാളിക വീടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഗേറ്റ് തുറന്നിട്ടില്ല. അപ്പോൾ മറ്റൊരു പോലീസുകാരൻ പറയുന്നുണ്ട് ഇവൻ്റെ ഏട്ടനെ വിളിച്ചാൽ ഗേറ്റ് തുറക്കും എന്ന്. അങ്ങനെ മനുവിനെ വിളിക്കുന്നു. മനു വന്നിട്ട് ഒരു റിമോട്ട് അങ്ങ് ഞെക്കുന്ന സമയത്ത് ആ ഗേറ്റ് അങ്ങ് തുറക്കുകയാണേ. നമ്മുടെ ഹരിയെയും കൊണ്ട് പോലീസുകാർ നേരെ ചെല്ലുന്നത് മനുവിൻ്റെ മുന്നിലോട്ട് തന്നെയാണ്. അവിടെ വെച്ച് മനുവിൻ്റെ മുന്നിലേക്ക് ഹരിയെ ഇറക്കുന്നു. മനു ഹരിയുടെ മുഖത്തേക്ക് തന്നെ തുറിച്ചു നോക്കുവാണേ. ഹരിയാണെങ്കിൽ ഒന്ന് പേടിച്ചുകൊണ്ടാണ് നമ്മുടെ മനുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. അങ്ങനെ ഹരിയെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ഇതൊന്നും അറിയാതെ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ, കമല. പെട്ടെന്നായിരിക്കും പോലീസുകാരെയും ഹരിയെയും ഒക്കെ കണ്ടിട്ട് നമ്മുടെ കമല അങ്ങ് ഞെട്ടുന്നത്. അപ്പം നേരെ വന്നിട്ട് പോലീസുകാരൻ ചോദിക്കും ഹരിയോട്, ഇതാണോടാ നിൻ്റെ അമ്മ? അപ്പോൾ ഹരി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഒറ്റ അടി അങ്ങോട്ട് കിട്ടും. മുഖത്ത് നോക്കി പറയടാ, ഇതാണോ നിൻ്റെ പെറ്റ് തള്ളാന്ന് ചോദിക്കുമ്പോൾ അതെ അതെ എന്ന് പറയും. കൊള്ളാം, നിങ്ങൾ ഇവനെ നന്നായിട്ട് തന്നെ വളർത്തിയത്, നല്ല മകൻ എന്ന് പറഞ്ഞിട്ട് ഒരു പരിഹസിക്കലുണ്ട്. എന്നിട്ട് ചോദിക്കും, അലീന എന്ന പെൺകുട്ടി ഇവിടെ ആയിരുന്നോ ആദ്യം ജോലി ചെയ്തിരുന്നതെന്ന്? അതേ എന്ന് പറയുമ്പോൾ ഇവൻ ആ കുട്ടിയെ ബാലേന്ദ്ര മേനോൻ്റെ വീട്ടിൽ വെച്ച് റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം നമ്മുടെ കമല പറയും ഇല്ലാന്ന്, പിന്നെ അറിയുമെന്ന് പറയണം കേട്ടോ. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്ക്. അപ്പോൾ അറിയുമെന്ന് പറയും. ബാലചന്ദ്രൻ്റെ മകളുണ്ടല്ലോ ബബിത, അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറയണേ. ഓക്കെ, നിങ്ങളെ ഇവൻ്റെ റൂമൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം. മയക്കുമരുന്നും അശ്ലീല ചിത്രങ്ങളൊക്കെ അടങ്ങിയ മാസികകളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു റൂം ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ നമ്മുടെ കമൽ അവിടെ തന്നെ നിൽക്കൂട്ടോ. അതെ, ഞങ്ങൾക്ക് പോയിട്ടേ വേറെ കുറച്ച് പണിയുണ്ട്, മറ്റൊരുത്തനെ കൊണ്ടുപോകണം അവൻ്റെ വീട്ടിലോട്ട്. അത് പറയുന്നത് നമ്മുടെ രോഹിത്തിനെ കുറിച്ചാണേ. പെട്ടെന്ന് തന്നെ കാണിച്ചു തന്നാൽ പെട്ടെന്ന് പോകാമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കമലയും പോലീസുകാരൊക്കെ കൂടി നമ്മുടെ ഹരിയുടെ റൂമിലോട്ട് പോവാണ്. അങ്ങനെ ഹരി റൂമിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കും. അപ്പോൾ കമലയോട് ചോദിക്കും ഇത് തന്നെയാണോ ഇവൻ്റെ റൂം എന്ന്? അതേന്ന് പറയുമ്പോൾ ഹരി അവിടെ കയറാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഒറ്റ ഒന്ന് വെച്ച് കൊടുക്കും കയറട എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പറയും നിൻ്റെ ലാപ്ടോപ്പ്, CD, പെൻഡ്രൈവ് ഒക്കെ അങ്ങ് എടുത്തോന്ന്. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹരി വിനയത്തോട് കൂടിയിട്ട് ചോദിക്കും കേട്ടോ, വിലങ്ങ് അഴിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും അഴിക്കണ്ട, നീ കാണിച്ചു തന്നാൽ മതി, ഞങ്ങളായിക്കോളാം തിരയൽ എന്ന് പറയുമ്പോൾ ആ ഡ്രോയിലുണ്ട് എന്ന് പറയാണ്. അങ്ങനെ PC വന്നിട്ട് അത് തിരയും. അങ്ങനെ കുറച്ച് പെൻഡ്രൈവുകളൊക്കെ കിട്ടുന്നുണ്ട്. ബാക്കി എവിടെയെന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ള സ്ഥലത്തൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് പോലീസുകാരൻ ചിരിക്കുന്നുമുണ്ട്. എന്നിട്ട് പറയും മറ്റേ സാധനം എവിടെടാന്ന്? അയ്യോ അതെൻ്റെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ നീ 2 പേർക്ക് കൊടുത്തായിരുന്നല്ലോ, അപ്പോൾ ഇവിടെ കാണുമല്ലോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരൊറ്റ അടി കൊടുക്കേ, സാധനം ഇടടാ എന്ന് പറയുമ്പോൾ ഒരു ഷെൽഫിൻ്റെ താഴെയിട്ട് ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ട്, അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഇനി ഉണ്ടോടാന്ന് ചോദിക്കുമ്പോൾ ഒരു പാക്കറ്റും കൂടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കി നിന്ന് ആകെ ഞെട്ടി തരിച്ച് നിൽക്കട്ടെ നമ്മുടെ കമല. എന്നിട്ട് ആ മയക്കുമരുന്നിൻ്റെ പാക്കറ്റ് എടുത്ത് PC-ക്ക് കൊടുക്കുക. അത് തെളിവാണ്, നഷ്ടപ്പെടലോടോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. എന്നിട്ട് ഹരിയെ പിടിച്ചിട്ട് ഉന്തിയിട്ട് പറയും നീ ഒരു സ്റ്റുഡൻ്റ് അല്ലേ, നിൻ്റെ വിഷയം എന്തായാലും നല്ല ബലേപേഷാണ്, വിഷയം. നിൻ്റെ കയ്യിൽ ഇനിയും ഉണ്ടാവില്ല സാധനം, കഞ്ചാവോ MDMA എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ PC ആ തുണികൾക്കിടയിൽ ഇവൻ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുമെന്ന് പറയുമ്പോൾ അയാൾ തെരഞ്ഞു നോക്കുകയാണേ. അങ്ങനെ വീണ്ടും പിടിച്ചു വലിച്ച് കമലയുടെ മുന്നിലൂടെ കൊണ്ടുപോവാണ് നമ്മുടെ ഹരിയെ. ആണെങ്കിൽ അപ്പോഴും മുറ്റത്ത് തന്നെ നിൽക്കുവാണേ. മനു ഇവരോട് ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല. ഹരിയെ കൊണ്ടുപോകുന്നത് നോക്കി നിന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ട്. അതങ്ങ് പോയപ്പോൾ പൂട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് ആകെപ്പാടെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണല്ലോ നമ്മുടെ കമല. നേരെ ചെന്ന് ശിവനെ വിളിച്ചിട്ട് ചോദിക്കും, ശിവേട്ടാ എനിക്കിവിടെ നിൽക്കേണ്ട, മരിച്ചാൽ മതി എന്നൊക്കെ. എന്താ കാര്യം കമല പറയേ എന്ന് പറയുമ്പോൾ ഇവിടെ തെളിവെടുപ്പിനായിട്ട് നമ്മുടെ ഹരിയെയും കൊണ്ട് പോലീസുകാർ വന്നിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയേ. അവരെന്തിനാ വന്നതെന്ന് ചോദിച്ചുകൂടായിരുന്നില്ലേ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്നല്ലേ അവർ പറയുന്നത്, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, ഇത് പ്രശ്നമൊന്നുമല്ല, എനിക്ക് ഇവിടെ ഇരുന്ന് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ശിവൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് കമല പറയുന്നുണ്ട് അവനെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ പോലും നമ്മുടെ മനു കൂട്ടാക്കിയില്ല, അവനാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശിവൻ പറയും ഞാൻ വിളിച്ചോളാം മനുവിനെ, നീ ഒന്ന് സമാധാനപ്പെടുക എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ് കേട്ടോ ഫോണ്. അതിനുശേഷം മനുവിനെ വിളിക്കുന്നു. മനു പറയും അച്ഛൻ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഊരിപ്പോരാവുന്ന ഒരു കേസല്ല, നാളെ ഹരിയെ റിമാൻഡ് ചെയ്താൽ കോടതിയിലേക്ക് കൊണ്ടുപോയി സബ് ജയിലിൽ അടയ്ക്കും, ഞാനൊന്നും എന്തായാലും ഇതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പോണില്ല, അച്ഛൻ ഏതായാലും ഒന്നിവിടം വരെ വരേണ്ടി വരും എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ശിവൻ പറയുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ ലീവ് എടുക്കാൻ പറ്റുമോയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്ന ഒരു ഭാഗത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് തീരാണ്. പിന്നീട് നാളത്തെ എപ്പിസോഡിൽ
ആ പോലീസുകാർ പറഞ്ഞിരുന്നല്ലോ രോഹിത്തിൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം. അങ്ങനെ അലീനയുടെ വീട്ടിൽ വരുന്നുണ്ട്. അവിടെയും ഗേറ്റ് ഒന്നും തുറക്കുന്നില്ല. അപ്പോൾ ഹോൺ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്മുടെ അലീന ജനലിലൂടെ നോക്കണുണ്ട്. എന്നിട്ട് കൃഷ്ണനോട് പറയും പോലീസുകാരെന്ന്. കൃഷ്ണ പറയും അയ്യോ പോലീസുകാരോ. അങ്ങനെ പോലീസ് വന്ന് കയറുന്നു. അലീനയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇവിടുന്ന് ആരെങ്കിലും ലൈംഗികമായിട്ട് നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വല്ലാത്തൊരു നോട്ടാട്ടോ അലീന പോലീസുകാരനെ നോക്കുന്നത്. എന്നിട്ട് ജീപ്പിൽ കയറാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് ഇവിടെ നിന്ന് ചോദിച്ചാൽ പോരെ, എന്തിനാ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. അങ്ങനെ ഒരു വനിതാ പോലീസൊക്കെ വന്നിട്ട് നമ്മുടെ അലീനയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ നിന്ന് മറ്റൊരു പോലീസ് ചോദിക്കുന്നുണ്ട് ഇവളെ ജയിലിലേക്ക് കൊണ്ടുപോകണോ ക്ലബിലേക്ക് കൊണ്ടുപോകണോ എന്നൊക്കെ. അതൊക്കെ കേട്ട് അലീനയും പോലീസും നേർക്ക് നേർ നോക്കുന്ന ഒരു അടിപൊളി പ്രമോയും കൂടെ ഇതിൻ്റെ കൂടെ കാണിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.